ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്ഫങ്ഷണൽ ഫാമിലീസ്, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഫാമിലി, കുട്ടികൾക്ക് കൂടുതൽ ചൈൽഡ് ഹീലിങ്ങിനൊക്കെ ആൾക്കാർ വരുമ്പോൾ ചൈൽഡ്ഹുഡിലെ ഇഷ്യൂസ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ, അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ ചെറുപ്പത്തിലെ വളരെ പ്രശ്നമായിരുന്നായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇവർ വളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇവർ ഇൻസെക്യൂർ ആയിരിക്കും എല്ലാ കാര്യത്തിലും. ഇവർക്കിപ്പോൾ നല്ലത് കിട്ടിയാലും ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അവർക്ക് ചിലവർ ഷെയിം ആൻഡ് ഗിൽട്ടായിരിക്കും ക്യാരി ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കള്ളുകുടിയനായിട്ടുള്ള ഒരു അച്ഛൻ ഉള്ള ഒരു കുട്ടി, ആ കള്ളുകുടിയന് എത്ര റെസ്പെക്റ്റ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കും. ഇപ്പോൾ വെള്ളം അടിച്ച് വഴിയിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മകന് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, അവർ വളരെ ഇതായിരിക്കും, ഇൻസെക്യൂരിറ്റി വിത്ത് ജഡ്ജ്മെൻറ്റ്സ്. അതുപോലെ ഇവർക്ക് അവർ വേറെ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നതാണോ അത് അവർക്ക് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് എനിക്കൊരു വില കിട്ടുമോ, എന്നെ മറ്റുള്ളവർ മാനിക്കുമോ? കാരണം എൻ്റെ അപ്പനെ ആരെയും മാനിച്ചിട്ടില്ല, അത് കണ്ടിട്ടില്ല. അപ്പം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ചില ആൾക്കാർ അപ്പൻ്റെ സെയിം പാറ്റേൺ അങ്ങനെ തന്നെ പിന്തുടരും. ചില ആൾക്കാർ ഇത് മാറ്റാൻ ശ്രമിക്കും. അതായത് ഇത് ബ്രേക്ക് ചെയ്യണം. കാരണം അവരുടെ അപ്പൻ കള്ളുകുടിയനാണ്, അതുകൊണ്ട് അവരുടെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യണ്ട, എനിക്കതിനകത്തുനിന്ന് മാറ്റം വരണം എന്ന് പറഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഈ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള പാളൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ ഇൻസെക്യൂരിറ്റി ആണ്. ഇവർ ആക്ച്വലി ആ ഇൻസെക്യൂരിറ്റി ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് വരുന്നത്. അല്ലാതെ എനിക്കിത് മാറി എനിക്ക് നന്നാവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിന്നല്ല. അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനിൽ വ്യത്യാസമുണ്ട്. ആ ലാക്കും ഫിയറുമാണ് അവർ ഫ്രം ലാക്ക് ആൻഡ് ഫിയർ. അതായത് മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല. ഇൻറ്റൻഷൻ എന്താണോ അത് ഭയങ്കര മാറ്ററാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഈ വ്യക്തിക്ക് മാറണം എന്നാണ് ആഗ്രഹം, പക്ഷെ ആ മാറ്റം വളരെ ഫിയറിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയെങ്കിലും മാറണം, എനിക്ക് അച്ഛനെ പോലെ ആവണ്ട. ദ മിനിറ്റ് യു സേ നോ ടു യുവർ മൈൻഡ്, അത് തന്നെ ആയിരിക്കും മൈൻഡ് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മൈൻഡിന് ഒരു ശീലമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് ഇപ്പോൾ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു. അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയിൽ നിന്നും ഒരു പാറ്റേൺ അഡാപ്റ്റ് ചെയ്തു. അത് മാറ്റാൻ ഇച്ചിരി പണിയുണ്ട്. അത് മാറ്റാൻ പണിയെന്ന് വെച്ചാൽ മൈൻഡ്, ഞാൻ പറഞ്ഞല്ലോ, പ്രിഡിക്ഷൻ വെച്ചിട്ടാണ് ഒന്ന് വർക്ക് ചെയ്യുന്നത്. രണ്ട്, മൈൻഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിന് പുതിയ ഒരു പാറ്റേൺ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹീലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലീസിങ് ആയിക്കോട്ടെ, ലെറ്റിംഗ് ഗോ ആയിക്കോട്ടെ, ഡിസ്കംഫർട്ടാണ്. കാരണം മൈൻഡിന് അത് പുതിയ കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബ്ല സ്ഥിരമായിട്ടൊരു കഫേയിൽ പോകുന്നു. ആ കഫേയിൽ ഷിബ്ല വളരെ കംഫർട്ടബിളാണ്, വളരെ ഹാപ്പിയാണ്. ഒരു ദിവസം ആ കഫേ തുറന്നില്ല, വേറൊരു കഫേയിൽ പോകണം. നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. കാരണം സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ സ്പേസ് അല്ല, എല്ലാം മാറി എന്ന് പറയുന്ന പോലെ മൈൻഡിനും പുതിയ ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടെൻഡൻസി റെസിസ്റ്റ് ചെയ്യും. അതാണ് ചേഞ്ചസ് ഡിഫിക്കൽട്ട് എന്ന് പറയണേ. അപ്പം മൈൻഡിന് അത് വേണ്ട. കാരണം എന്താണ്? അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊവൈഡ്സ് ഡിസ്കംഫർട്ട്. ആൻഡ് ഡിസ്കംഫർട്ടിൽ നിന്നും നമുക്ക് ആക്ച്വലി എന്താണ്, ഒന്നും ചെയ്യാൻ തോന്നില്ല. കാരണം നമുക്ക് ഇത് വേണോ വേണ്ടയോ, ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒക്കെ വരും. മൈൻഡിന് എപ്പോഴും കംഫർട്ട് വേണം. ബിക്കോസ് കംഫർട്ട് പ്രൊവൈഡ് സേഫ്റ്റി, ആൻഡ് സേഫ്റ്റി ഫീൽസ് ഫെമിലിയർ. സോ എപ്പോഴും ആ ഫെമിലിയാരിറ്റിയിൽ ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഡിസ്കംഫോർട്ടിലാണ് ഗ്രോത്ത് എന്ന്. കംഫർട്ട് സോണിലല്ല ഗ്രോത്ത്, ഡിസ്കംഫോർട്ടിൽ. ബിക്കോസ് ഡിസ്കംഫോർട്ടിലേക്ക് വന്നാലേ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുള്ളൂ. ആ കംഫർട്ട് സോണിലിരിക്കുമ്പോൾ നമ്മൾ സ്റ്റാഗ്നൻ്റാ, നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോകും. നമ്മളവിടെ ആ ഒരു കംഫർട്ട് സോണിൽ അത്രയേ ഉള്ളൂ ഗ്രോത്ത്. അപ്പോൾ ജനറേഷണൽ ട്രോമാസ് എന്ന് പറയുന്നത് ഒരു വലിയ മേജർ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. അവയർ ആവാതിരിക്കുകയും ഹീൽ ചെയ്യുകയും ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ട്രാൻസ്ഫർ ആവുന്നത് അല്ലേ? ഡെഫിനറ്റ്ലി, യെസ്. ഓക്കെ, ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി.